സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വല്ലാത്ത കാറ്റ്. കാറ്റിന്റെ കുഴപ്പമല്ല, ഈ ചെയ്യുന്ന കർമ്മത്തിന്റെ കുഴപ്പമാണ്. എന്താ പറഞ്ഞത്? കാറ്റല്ല, കർമ്മമാണ് ഈ ചിത്രം വീഴാൻ കാരണം. ഈ പൂജാകർമ്മം ആദ്യത്തേതാണോ? അല്ല, കുറേ വർഷങ്ങളായിട്ടുണ്ട്. കർമ്മം ചെയ്യുമ്പോൾ മുമ്പെങ്ങാനും തടസ്സങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ വർഷവും വിളക്കണനും 1-2 വർഷങ്ങളിൽ നല്ല മഴയായിരുന്നു. ഓരോ പ്രാവശ്യവും ഓരോ തടസ്സങ്ങളാണ്. ഇത് മകളാണോ? അതെ, ഭാര്യയും മകളും മരിച്ചു. മകള് കൊച്ചുകുട്ടിയായതുകൊണ്ട് ഓരോ വർഷവും പ്രത്യേക പൂജ വേണമെന്ന് പറഞ്ഞതായിരുന്നു. എങ്ങനെയാ മരിച്ചത്? വാഹനാപകടത്തിൽ. എവിടെയാ സംസ്കരിച്ചത്? ഞാൻ ആശുപത്രിയിലായിരുന്നു. ഒന്നും അറിയില്ല, എവിടെ, എങ്ങനെ. അപ്പോ മകളുടെ ശരീരം കണ്ടിട്ടില്ല? ഇല്ല, ഒന്നും അറിയുകയുമില്ല. മാസങ്ങളോളം ഞാൻ കോമയിലായിരുന്നു. താങ്കളുടെ മകളുടെ ദേഹി ആ ദേഹം വിട്ടു പോയിട്ടില്ല. എന്താന്ന് പറഞ്ഞത്? എന്റെ ജ്ഞാനത്തിൽ തെളിയുന്നത് താങ്കളുടെ മകൾ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടെന്നാണ്. അതാണ് ഈ കർമ്മം പൂർണ്ണമാകാത്തത്. എന്റെ മകൾ മരിച്ചിട്ടില്ലെന്നാണോ? ഞാൻ പറഞ്ഞില്ലേ, ദൃഷ്ടിയിൽ അങ്ങനെയാ തെളിയുന്നത്. പക്ഷേ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് താങ്കളാണ്. ആദരേ, ശങ്കര, എന്താ ഈ കാണിക്കുന്നത്? നമ്മുടെ അനുമോൾ കിട്ട മാലയൊക്കെ. ആദരേ, മരിച്ചവരുടെ ഫോട്ടോയിലല്ലേ നമ്മൾ മാലയിടുക. പക്ഷേ നമ്മളുടെ അനുമോളും മരിച്ചിട്ടില്ല. ഏട്ടൻ എന്താ ഈ പറയുന്നത്? നമ്മുടെ അനുമോള് മരിച്ചിട്ടില്ലെന്നോ? ഞാനല്ലാതിരെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു ദിവ്യൻ വന്നാ പറഞ്ഞത്. കുറെ വർഷങ്ങളായിട്ട് പൂജ ചെയ്യുമ്പോ ഓരോരോ തടസ്സങ്ങൾ വരുന്നു. കാരണം എന്റെ അനുമോള് ജീവിച്ചിരിപ്പുണ്ട്. അത് ശരി, ഏതോ കള്ളസ്വാമിമാര് പറയുന്നത് കേട്ടിട്ടാണോ ഇത്? ശങ്കർ, അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്നിരിക്കട്ടെ, പക്ഷേ ഇന്ന് എന്റെ മനസ്സിലൊരു ആശ വന്നു കഴിഞ്ഞു ശങ്കര. ഒരു പ്രതീക്ഷ വന്നു. നിങ്ങൾ അറിഞ്ഞു, ആദ്യം വേണ്ടത് എന്റെ മോളെ മറവ് ചെയ്തു എന്ന് പറഞ്ഞ സ്ഥലമില്ലേ, അത് കാണണം. അത് കണ്ടുപിടിച്ച് ആ സന്യാസി ആ ദിവ്യനെ അറിയിക്കണം. അദ്ദേഹം അവിടെ വരും.
ഏട്ടാ, സന്യാസി പറഞ്ഞതൊക്കെ അവിടെ നിൽക്കട്ടെ. 2-3 ദിവസമായിട്ട് ഏട്ടന്റെ മനസ്സ് അത്ര ശരിയല്ല. ആശുപത്രിയിലെ ഡ്രൈവർ എന്തൊക്കെയോ പറഞ്ഞെന്ന് വെച്ച് ഏട്ടൻ ഇങ്ങനെ ഓരോന്ന് സങ്കല്പിച്ച് കൂട്ടുക. അതിനിടതാ ഇതും. ഒരു കാര്യം ചെയ്യാട്ടാ, 2-3 ദിവസത്തേക്ക് നമുക്ക് എവിടെങ്കിലും ഒരു ട്രിപ്പ് പോകാം. ഏട്ടന്റെ മനസ്സൊന്ന് തണുക്കട്ടെ. എനിക്കൊന്നും കേൾക്കണ്ട. മറവ് ചെയ്ത സ്ഥലത്തേക്ക് എനിക്ക് ഇപ്പൊ പോണം. ഇയാള് കൂടുതൽ കുഴപ്പമുണ്ടാക്കുകയാണല്ലോ. ഏട്ടാ, ഏട്ടനന്ന് അപകടം നടന്നറിഞ്ഞ് ഞാൻ അവിടെ എത്തുമ്പോ കരയാതെ കാര്യം പറ. ഏട്ടന് ജീവന്റെ ഒരു തുടുപ്പുണ്ടായിരുന്നു. ഏട്ടത്തി മോള് പോയി കഴിഞ്ഞെന്ന് ആൾക്കാര് പറഞ്ഞു. പിന്നെ ഏട്ടന്റെ ജീവനെ എനിക്ക് എങ്ങനെങ്കിലും രക്ഷിക്കണം, അതിൽ മാത്രമായിരുന്നു എന്റെ ശ്രദ്ധ. മാസങ്ങളോളം എന്റെ ഏട്ടൻ കോമയില്. അത് കഴിഞ്ഞ് 2-3 വർഷം ഏതാണ്ട് മൗനവ്രതം പോലായിരുന്നു. നീ കാര്യം പറ ശങ്കര. അല്ലേട്ടാ, പോലീസാ ഏട്ടത്തിയുടെയും അനിമോളുടെയും ബോഡിയുടെ കാര്യങ്ങളൊക്കെ അന്ന് ചെയ്തത്. അല്ല, നീ എന്താ പറഞ്ഞോണ്ടിരുന്നേ? അല്ല, അപകടം ബോഡി മറവ് ചെയ്ത സ്ഥലം, അതിന്റെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. എന്താണ് എന്താ നീ പറഞ്ഞു വരുന്നത്? അതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ലെന്നോ? ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? നിങ്ങൾ എന്നോട് എന്തെങ്കിലും കഥ പറയാമോ? ഏട്ടാ, ഏട്ടൻ എന്നെ ശകാരിച്ചു, എന്നെ തല്ലിക്കോ. കോമയിൽ കിടന്ന എന്റെ ഏട്ടനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ എന്റെ ചിന്ത. മരിച്ചവരെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. ഏട്ടാ, ഇങ്ങനെ വിഷമിക്കരുത്. ഞാൻ എന്റെ ഏട്ടനെ അത്രയ്ക്കങ്ങ് സ്നേഹിച്ചു പോയി. അതുകൊണ്ടാ എനിക്ക് ആശുപത്രിയിൽ ഏട്ടന്റെ അടുത്തൊന്നും മാറാനേ തോന്നിയില്ല. ഹലോ മിസ്റ്റർ നന്ദഗോപൻ. സാർ എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. വളരെ അർജന്റാ. ചിന്നാർ പോലീസ് സ്റ്റേഷന്റെ നമ്പർ ഒന്ന് വേണമായിരുന്നു. വളരെ അത്യാവശ്യമാണ് സാർ. എന്താ കാര്യം നന്ദഗോപൻ? സാർ, അത് മരിച്ചുപോയ എൻ്റെ മോളെക്കുറിച്ച് ചില വിവരങ്ങൾ അറിയണം. അത് സാറ് തന്നെ സ്റ്റേഷനിൽ വിളിച്ചൊന്ന് അന്വേഷിക്കുമോ? ഷുവർ, സമാധാനമായിട്ടിരിക്കുക. ചിന്നാർ സ്റ്റേഷനിലേക്ക് ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. ആ, ശരി സാർ. ഹലോ, അഡ്വക്കേറ്റ് നന്ദഗോപൻ. ഹലോ സർ, ഞാൻ ചിന്നാർ സ്റ്റേഷനിൽ നിന്ന് SI ജോൺസനാണ്. പറയൂ സർ. സർ, ഞാൻ അന്നത്തെ റെക്കോർഡ്സുകളെല്ലാം പരിശോധിച്ചു. അന്നത്തെ SI കമാൽ സാറിനോട് ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയും ചെയ്തു. എന്നിട്ട് എന്തായി സർ? സാർ, അന്നത്തെ ആക്സിഡന്റിൽ ഒരു മരണം മാത്രമേ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഒരു അരുണും. അതെന്റെ വൈഫാണ് സർ. പിന്നെ നന്ദഗോപൻ, അതായത്
സാറിനെ സീരിയസ് ആയിട്ട് ആശുപത്രിയിലേക്ക് മാറ്റി. കാറിലുണ്ടായിരുന്ന അനു എന്ന പെൺകുട്ടി മിസ്സിംഗ് ആയിട്ടാണ് കാണിക്കുന്നത്. എന്നുവെച്ചാ ചിലപ്പോ മരണപ്പെട്ടിരിക്കാം. പക്ഷേ ബോഡി കിട്ടിയിട്ടില്ല. ഏകദേശം ചെറിയ വനമേഖലയ്ക്കടുത്താണല്ലോ അപകടം സംഭവിച്ചത്. അപ്പോ ഞാൻ പറയാതെ തന്നെ കാര്യങ്ങൾ സാറിന് മനസ്സിലാവുമല്ലോ. പത്ത് വർഷം കേസ് ലൈവായിരുന്നു. കുറെ അന്വേഷണം നടത്തി. പിന്നീട് ഫയൽ ക്ലോസ് ചെയ്തു. ഇതെല്ലാം മിസ്റ്റർ ശങ്കർറാമിനെ അറിയിച്ചിരുന്നു, സാറിന്റെ ബ്രദറിനെ. എൻ്റെ ജ്ഞാനത്തിൽ തെളിയുന്നത് താങ്കളുടെ മകൾ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടെന്നാണ്. എന്റെ അനുമോള് മരിച്ചിട്ടില്ല. എന്താ ഏട്ടാ? എന്റെ അനുമോള് മരിച്ചിട്ടില്ലെന്ന്. ഉറപ്പാണ്. അവൾ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. ശങ്കരേ, കാര്യങ്ങളൊക്കെ സ്റ്റേഷനിൽ നിന്നെ അറിയിച്ചതല്ലടാ. ഏട്ടാ, മരിച്ചിട്ട് ബോഡി പോലും കിട്ടിയില്ല എന്ന് ഞാൻ ഏട്ടനെ അറിയിക്കണമായിരുന്നു. അത് ഏട്ടനെ താങ്ങാൻ പറ്റുമായിരുന്നു. ഞാനല്ല, ഏട്ടന് വേണ്ടിയിട്ടാണ് ചെയ്തത്. ഏട്ടാ, അനുമോള് ആ കൊക്കയിലേക്ക് വീണു. അവിടെ ഏതെങ്കിലും മൃഗങ്ങള് നോ എന്റെ മോളെ അവിടുന്ന് ദൈവം രക്ഷിച്ചിട്ടുണ്ട്. എവിടെയോ അവള് ജീവിച്ചിരിപ്പുണ്ട്. ഏട്ടാ, പൂജാരി പറയുന്നത് കേട്ട് ഓരോ അന്ധവിശ്വാസങ്ങൾ. ഇത് അന്ധവിശ്വാസമൊന്നും അല്ല, ഉറപ്പായ ആത്മവിശ്വാസമാണ്. ഞാൻ കണ്ടുപിടിക്കും. എന്റെ മോളെ ഞാൻ കണ്ടുപിടിക്കും. ഞാനിപ്പോ തന്നെ കമ്മീഷണർ ഓഫീസിലേക്ക് വേണ്ട, അതിനു മുമ്പ് ഒരാളെ കൂടെ എനിക്ക് ഈ വാർത്ത അറിയിക്കാനുണ്ട്. ഹലോ സർ. മോളെ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ നിന്നെ ഞാൻ. എന്താ സർ? എന്റെ അനുമോൾ മരിച്ചിട്ടില്ല മോളെ. എന്താ സർ? സാറിന്റെ മോള് ജീവിച്ചിരിക്കുന്നോ? അതെ മോളെ. പക്ഷേ ഇവിടെ ആരും അത് വിശ്വസിക്കുന്നില്ല. പക്ഷേ എനിക്കുറപ്പാ അവള് ജീവനോടെ ഇരിപ്പുണ്ട്. സാറിന്റെ പ്രതീക്ഷ സത്യമാവട്ടെ. ഞാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കും. വേണം മോളെ, നിന്റെ പ്രാർത്ഥന തീർച്ചയായിട്ടും വേണം. ഇരുണ്ടുപോയ എന്റെ ജീവിതത്തിലേക്ക് ആദ്യമായി വെളിച്ചം വീശിയത് നീയാ. അറിയാമോ, ഇപ്പൊ എന്റെ മോൾക്ക് നിന്റെ അതേ പ്രായം വരും. സാർ വല്ലാതെ എക്സൈറ്റഡ് ആണ്. അതെ, ഇനി നമ്മൾ കാണുമ്പോ അവളെക്കുറിച്ച് കുറെ കൂടി ഞാൻ അറിഞ്ഞിരിക്കും. ഇനി നമ്മൾ കാണുമ്പോ സാറിന്റെ മോള് സാറിനൊപ്പം ഉണ്ടാവും. എന്റെ മനസ്സ് പറയുന്നു. മോളുടെ നാവ് പൊന്നായിരിക്കട്ടെ. ഞാൻ പിന്നെ വിളിക്കാം മോളെ. ശരി സർ. സർപ്രൈസ് തരാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന എന്തിനാ? ഞാൻ കരുതി ഏതോ റെസ്റ്റോറന്റിലേക്ക് പോവാണെന്ന്. ഈ വീട് എങ്ങനെയുണ്ട്? ഉഗ്രം വീടാണല്ലോ. ഇത് ആരുടെയാ? ഇന്നലെ വരെ വേറെ ആരുടെ ആയിരുന്നു. ഇനി മുതൽ
ഇത് നിനക്കുള്ളതാ. ഏ? ഇതാ ഞാൻ പറഞ്ഞ സർപ്രൈസ് ഗിഫ്റ്റ്. നിനക്ക് വേണ്ടി വാങ്ങിയതാ. വാ വാ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല തേജ. വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ വരാൻ കിടക്കുന്നില്ലേ ഉള്ളൂ. വന്നേ, നമുക്ക് വീട് കാണാം. വാ. ഹലോ, എന്തായി മോളെ? എല്ലാം പ്രതീക്ഷിച്ച പോലെ തന്നെ. നമ്മൾ വരച്ച സ്കെച്ചിനകത്ത് അവരെത്തിക്കഴിഞ്ഞു. അച്ഛൻ എത്രയും പെട്ടെന്ന് മറ്റു സന്നാഹങ്ങളുമായിട്ട് വാ. ഇനിയെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും. ഹലോ പ്രകാശ്, സൂപ്പർ. ഇത്ര നല്ലൊരു ക്ലാസ് വീട് ഈ ഇടയെങ്ങും ഞാൻ കണ്ടിട്ടില്ല. ഇനി ഈ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുറിയിലേക്ക് വാ. നമ്മുടെ ജീവിതം ഇന്ന് ഈ പകൽ ഈ മുറിയിൽ നിന്ന് തുടങ്ങുകയാണ്. സാർ, ജ്യൂസ്. നീ മിടുക്കനാണല്ലോ. എല്ലാം അതിന്റെ രീതിക്ക് തന്നെ ഒരുക്കിയിട്ടുണ്ടല്ലേ? അതെ സാർ. ആദ്യമായിട്ട് സ്വന്തം വീട്ടിൽ വന്നാൽ ഒരല്പം മധുരം വേണ്ട. ഹലോ. എല്ലാം മാഡം പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. ശരി. എന്താ പ്രിയ? ഒന്നുമില്ല, പെട്ടെന്നൊരു ക്ഷീണം, ഉറക്കം വരുന്ന പോലെ കണ്ണടഞ്ഞു പോന്നു. അയ്യോ, എന്താ മോളെ? അച്ഛാ, കത്തിയ വിളക്ക് പെട്ടെന്ന് കെട്ടുപോയി. പ്രിയയുടെ കാര്യത്തില് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. അവളുടെ പോക്ക് തീരെ ശരിയല്ലച്ചാ. ഇന്ന് അവള് വരുമ്പോ നമുക്ക് എല്ലാവർക്കും കൂടി സംസാരിക്കണം. എത്രയും പെട്ടെന്ന് നല്ലൊരാളെ കണ്ടുപിടിച്ച് നമുക്ക് അവളുടെ കല്യാണം നടത്തണം. അവൾ വരട്ടെ, ഞാൻ സംസാരിക്കാം. അയ്യോ, നോക്കിയച്ചാ, വീണ്ടും വിളക്കണഞ്ഞു. ദൈവമേ.
തേജ 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 അയ്യോ തേജ ഹലോ ഹലോ ആരെങ്കിലും ഒന്ന് വാതിൽ തുറക്ക്. ഹലോ തേജ തേജ സർ സർ എന്റെ തേജ എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചെന്ന് നിനക്കറിയില്ലേ? പിടിച്ച് കേട്ടോടെ അവളെ. വാടി ഇങ്ങോട്ട് വാ. കൊണ്ടുപോളെ. നടക്കങ്ങോട്ട്. പ്ലീസ് പിടിച്ചോണ്ട് വാടവളെ. സർ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇങ്ങോട്ട് നടക്കണേ. പ്ലീസ് സർ എനിക്കൊന്നും അറിയില്ല ഓഹോ സർ. ആണോ? ഒക്കെ ഞങ്ങൾ അറിയിച്ചുതരാം. വാടകയ്ക്ക് വീടെടുത്ത് വാണിഭവും കൊലപാതകവും അല്ലേ? പത്രക്കാരൻ ചാനലുകാരെ എല്ലാരും അറിയിക്കും. മൊത്തം കവറേജ് കൊടുക്കാൻ പറ. സർ പ്ലീസ് എനിക്കൊന്നും അറിയില്ല, എന്നെ രക്ഷിക്കണം. രക്ഷപ്പെടാൻ ഇത്ര ബുദ്ധിമുട്ടാണല്ലോ പ്രിയ. അന്ന് സ്നേഹസദനത്തില് അതെ. യെസ്, എന്നെ രക്ഷിക്കണം മാഡം. എനിക്കൊന്നും അറിയില്ല. അവിടെ മരിച്ചു കിടക്കുന്നത് എന്റെ ഫ്രണ്ടാ, ഒരു വലിയ കോടീശ്വരൻ, ഒരു ഡയമണ്ട് മർച്ചന്റ്. ഇത് എനിക്ക് വേണ്ടി വാങ്ങിച്ച വീടാ. അദ്ദേഹത്തെ ആരോ കൊന്നു കളഞ്ഞു. തേജ കോടീശ്വരനോ? ഭൂലോക ഫ്രോഡ് അവൻ. അവന്റെ പേരില് 100-ലധികം കേസുകളാ. കൂൾ ഡൗൺ മാഡം, ഇവളെയും കൊണ്ടുപോട്ടെ. എനിക്കൊന്നും അറിയില്ല, എന്നെ രക്ഷിക്കണം മാഡം. എനിക്കറിയാം ഇതൊരു ട്രാപ്പാ. നിങ്ങൾ എല്ലാരും കൂടി പ്ലാൻ ചെയ്ത് എന്തോ ഒരു കളിയായത്. എന്തിനു വേണ്ടി ഇതൊക്കെ? എന്തിനു വേണ്ടിയാണെന്ന് പറയട്ടെ. ആ സ്നേഹസദനം പിടിച്ചെടുക്കാൻ വേണ്ടി.